കഴിഞ്ഞ കുറച്ച് ദിവസമായി വയനാട് പുൽപ്പള്ളി അമരക്കുനി നിവാസികൾ കടുവാപ്പേടിയിലാണ്. ഇന്നലെ രാത്രിയിലുണ്ടായ കടുവയുടെ ആക്രമണത്തിൽ ആട് ചത്തു. പുൽപ്പള്ളിയിൽ ഇറങ്ങിയത് കേരളത്തിന്റെ ഡേറ്റാബേസിൽ ഇല്ലാത്ത കടുവ എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയുടെ ചിത്രം പുറത്തു വന്നു. കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവ ഒന്നുകിൽ കർണാടക വനമേഖലയിൽ മറ്റു കടുവകളുമായി തല്ലുകൂടി തോറ്റതാകണം, അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകണം. അതാകാം ആടുപോലുള്ള ചെറുമൃഗങ്ങളെ വേട്ടയാടാൻ കാരണമെന്ന് വനം വകുപ്പ് വിലയിരുത്തുന്നു. ഞാനെന്തോ മാൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാ. അമ്മേനെ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഈ സൈഡിലേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിൽക്കുമായിരുന്നു വരാന്തയിൽ. അപ്പോൾ ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കി. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്യുന്നതാണ് കണ്ടത്. അന്നേരം തന്നെ ലൈറ്റ് ഓഫാക്കി ഞങ്ങൾ അകത്ത് കയറിയായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആട്ടുംകൂട്ടിൻ്റെ അവിടേക്ക് നോക്കിയപ്പം ആടിനെ കാണാനില്ല. അന്നേരം മനസ്സിലായത് കടുവ തന്നെയായിരുന്നു. അമരക്കൊല്ലി പള്ളിക്ക് സമീപം വടക്കേക്കര രതികുമാറിന്റെ മകൾ രമിതയുടെ പ്രതികരണമാണിത്. കടുവയെ നേരിട്ട് കണ്ടതാണ്. ആടിന്റെ ജഡം കിട്ടിയത് ഏതാണ്ട് 50 മീറ്റർ അകലെ തോട്ടത്തിൽ. നെഞ്ചിടിപ്പേറുകയാണ് നാട്ടുകാർക്ക്. കാട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറയാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ കടുവ പോയിട്ടില്ല. ഫോറസ്റ്റുകാർ കാവലുണ്ടെങ്കിൽ തന്നെയും കടുവ പോയിട്ടില്ല. അപ്പോൾ ഡ്രോൺ വെച്ച് തിരഞ്ഞ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ആടിനെ പിടിച്ച് ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. ഒപ്പം തന്നെ ആളുകൾക്ക് ഭയപ്പാടില്ലാതെ ജീവിക്കാൻ പറ്റുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. 4 ദിവസമായി പുൽപ്പള്ളി പഞ്ചായത്തിലെ അമരക്കുനി മേഖലയിൽ വലിയ തോതിൽ കടുവാഭീതി ഉണ്ടാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടാവണം. വനംവകുപ്പ് കൂട് വെക്കുന്നു, അവർ RRT ടീം വരുന്നു. അങ്ങനെ നടക്കുന്നു വിളിച്ചാൽ മറ്റു തരത്തിൽ പരിഹാരം ഉണ്ടാകുന്നില്ല. രാത്രി കാലങ്ങളിൽ കടുവയുടെ ശല്യം രൂക്ഷമാവുകയാണ്. ഈ കടുവ കൂട്ടിൽ കയറാത്ത ഒരു കടുവയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം 4-5 ദിവസമായിട്ട് കൂട് വെച്ച് കാത്തിരുന്നിട്ടും ആ കടുവ കൂട്ടി കയറിയിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള സംവിധാനം കാണണം. കഴിഞ്ഞ ദിവസമാണ് കടുവ നാരകത്തറയിൽ ജോസഫിന്റെ ജമുനാപ്യാരി ഇനത്തിലുള്ള ആടിനെ കടിച്ചു കൊന്നത്. ഇവിടെ നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. രതികുമാറിന്റെ തൊഴുത്തിൽ നിന്നും കടുവ കൊണ്ടുപോയി കൊന്ന ആടിനെ ഇരയാക്കി വെച്ച് ഇവിടെയും കൂട് വെച്ചു. ഇവിടെ അമരക്കുനിയിലെ ഒരു ആടിനെ കടുവ പിടിച്ചിരുന്നു. നമ്മൾ നോക്കിയിട്ട് കടുവയുടെ ഏരിയ ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് ഇന്ന് ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കടുവ ഈ നമ്മളെ കിട്ടിയ പിക്ചറിൽ നോക്കുമ്പം കുറച്ചൊരു ക്ഷീണിതനാണ്. ഒരു പരിക്കുള്ള കടുവയെ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം കടുവ ആടുകളെ തന്നെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി ഉണ്ടാകണമെന്നാണ് വനംവകുപ്പിനോട് മേഖലയിലുള്ളവർ ആവശ്യപ്പെടുന്നത്. കടുവ ഇറങ്ങിയ ഇടം ജനവാസ മേഖലയാണ്. ഒരു ഭാഗം വനമാണ്, മറുഭാഗത്ത് തോട്ടങ്ങളുണ്ട്. അതിനാൽ തന്നെ കടുവയെ വേഗത്തിൽ പിടികൂടണമെന്ന ആവശ്യത്തിന് സമ്മർദ്ദമേറുകയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ.